ഹായ് ഗായ്സ്. അപ്പോൾ നമ്മളിന്നൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹം എന്നെ ആലുവയിലേക്ക് ക്ഷണിച്ചത്. ശിവരാത്രി കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് അല്ലേ? ശിവരാത്രി കഴിഞ്ഞു. ബട്ട് ഇപ്പോഴും ഇവിടെ എന്തൊക്കെയൊക്കെ ഉണ്ട് ഇത്ര ആലുവ ശിവരാത്രി ഒരു മാസത്തോളം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉറ്റ സുഹൃത്ത് ആലുവക്കാരനാകുമ്പോൾ ആലുവ ശിവരാത്രി കണ്ടില്ലേ മോശമല്ലേ? സോ ഞാൻ നേരെ വണ്ടി കയറി ഇങ്ങോട്ട് പോന്നു. ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ പുറത്തുനിന്ന് തൊഴുതു. കാരണം അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു. കാണാനുണ്ടോന്നാവോ? കല്യാണ ശേഷം രണ്ടുപേരും ഒരുമിച്ച് നടന്നതാണ്. ഏതൊരു ഉത്സവത്തിന് പോയാലും ആദ്യം കാണുന്നത് പൊരി, അരിമുറുക്ക് അങ്ങനത്തെ കടകളാണ്. അപ്പോൾ ഇവിടെയും അതൊരു മാറ്റമില്ല. ആലുവയ്ക്ക് ഇനി പൊൻ തിളക്കം. അത് പെണ്ണുങ്ങളുടെ സെക്ഷനല്ലേ? നമുക്ക് അവിടെ ഒന്നും ചെയ്യാം. നമുക്ക് അവിടെ റോഡില്ല. നമുക്ക് അത് അവിടെ റോളുണ്ട്. ആ ബജ്ജിക്കട, ആ ഗ്യാപ്പിൽ ഒരു ബജ്ജി കഴിച്ചാലും പെർമിഷൻ കിട്ടി. ഹായ് അവിടെ ഒരു ചേട്ടൻ നല്ല ചൂടോടെ ബജ്ജി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴേ നാട്ടിലൊരു ബജ്ജിക്കട തുടങ്ങിയാലോ എന്നിങ്ങനെ ആഗ്രഹം തോന്നുക. പക്ഷെ ആഗ്രഹം മാത്രമേ ഉള്ളൂ, വേറെ കാര്യം എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല, കഴിക്കാനേ അറിയുള്ളൂ. ചൂട് മുട്ട ബജ്ജി ഒന്ന് കഴിക്കണോ? നോക്കാം. ഒരു ചെറിയ കടി. നല്ല ചൂടുണ്ടാവുകൊണ്ട് മുട്ട ബജ്ജി കഴിക്കാൻ നല്ല സുഖമുണ്ട്. കായ തണുത്ത് മരവിച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ കായൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇത് വേണമെന്നുണ്ട്. പക്ഷേ ഞാനങ്ങനെ പിടിക്കും. ഗർഭകാല ക്ഷീണമകറ്റാനും പ്രമേഹ രോഗികൾക്കും കുടിക്കുവാൻ പറ്റിയ ഒരു അനൗൺസ്മെന്റിൽ പറഞ്ഞ പോലെ ഗർഭിണികൾക്ക് കുടിക്കാൻ പറ്റിയ ഡ്രിങ്ക് ഇല്ലേ, അത് ഇതല്ല കേട്ടോ. ഇത് വെറും കരിമ്പിൻ ജ്യൂസ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇനിമേൽ നടക്കപ്പോകരുത് ഭൂകമ്പം. ഫോട്ടോ എടുക്കട്ടെ. വ്ളോഗ് അണ്ണാ ഉങ്ക പേര്? சக்தி. எந்த ஊர்? தேனியா. சூப்பர். அட்வர்டைஸ்மென்ட்ல கொடுத்துறாங்க போச்சுடா. இல்ல കുറേ ശിവലിംഗം തോന്നും. കണ്ണാടി 3 ഉള്ളൂ. അത് ശരി. 3 ഉള്ളൂ അല്ലേ? അത് കാണുമ്പോ കൊറേ ഉണ്ട് വിചാരിച്ചു. ഇതിപ്പോ കണ്ണാടിയാ. ഓ, ഇല്യൂഷനാണ്. ഇവിടെയും കണ്ണാടിയാ. ഒറ്റ ശിവലിംഗം ഉള്ളൂ. ഒറ്റെണ്ണേ ഉള്ളൂ. ഓക്കെ. ഈ ഒരു ശിവലിംഗത്തിന്റെ റിഫ്ലക്ഷൻ ആണ് ഇതൊക്കെ. അത് കൊള്ളാം. ഒരു ശിവലിംഗമാണ് നമ്മള് ഇവിടെ മൊത്തം കാണുന്നത്. ഉള്ളിലേക്ക് നോക്കി, അങ്ങ് അറ്റം വരെ ഉണ്ട്. ഇത് കൊള്ളാം അല്ലേ? ഞാൻ വിചാരിച്ചൊരു 3 ശിവലിംഗങ്ങൾ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഒരു ശിവലിംഗത്തിൽ നിന്നാണ് ഇത്രയും ആ ഒരു റിഫ്ലക്ഷൻ വരുന്നത്. അത് കൊള്ളാം. അത് വീഡിയോ എടുക്കാനുള്ള തൂങ്ങിക്കണ ആൾക്കാർ. ഓ, അതാണ് ആതിരയുടെ ഹൈലൈറ്റ് ഐറ്റം. അവിടെ അതൊക്കെ ഉണ്ടാവും. പക്ഷെ അത്രയും പേരുടെ ഇടയിൽ ജയിച്ചു കഴിഞ്ഞാല് കുറച്ചും കൂടി ഒരു ഇതാവും, കോൺഫിഡൻസും കൂടും. 120 സെക്കൻഡ് ഹാങ് ചെയ്താൽ 1000 റുപ്യ, 150 സെക്കൻഡ് ഹാങ് ചെയ്താൽ 2000 റുപ്യ. അപ്പോൾ നമ്മുടെ ആള് അതിനകത്ത് മത്സരിക്കാൻ പോവാണ്. ഇയാള് ഒന്നും നോക്കണ്ട, ചത്ത പച്ച കേറിക്കോ. കുഴപ്പമില്ല.
പറ്റില്ല. അല്ല, പങ്കെടുത്തു. ഇത്രയധികം സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി. അതാണ് അല്ലേ? ആന്റിക്ക് മത്സരിക്കണം. അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. ഗോൾഡൻ സ്കൂള്. എടാ, മറ്റേ സ്വർണ്ണ പാത്രത്തിൽ ജനിച്ചു അങ്ങനെ എന്തോ ഒരു ഇത് പറയില്ലേ? വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി. വായിൽ സ്വർണ്ണക്കരണ്ടി. വായിൽ സ്വർണ്ണക്കരണ്ടി ഇല്ല, വായിൽ സ്വർണ്ണ സ്പൂൺ വേണമെങ്കിൽ വെക്കാം. വീട്ടിലുണ്ട്. അതാ ജയന്റ് വീലൊന്നും കയറാൻ ധൈര്യപ്പെടുന്നവരാരും ഇല്ലേ ആലുവയിൽ? ജയന്റ് വീല് കുറെ സമയമായിട്ട് കറങ്ങാതെ തന്നെ നിൽക്കുന്നു. അല്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, താഴത്തിലൊക്കെ കയറുന്നുണ്ട്. അങ്ങനെ ജയന്റ് വീല് കറങ്ങി തുടങ്ങി. ഇതിൽ പറഞ്ഞതാ ഒന്നുമില്ല, അത് വെറുതെ ഞങ്ങൾ കാര്യമില്ല അല്ലേ? വെറുതെ കാശ് നോക്കാം. ഓക്കെ, അപ്പൊ അവന് പോകാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് പോണ്ട. ഓക്കെ, വെറുതെ പൈസ കളയണ്ട. കാശ് കളിച്ചിട്ട് ഒരുത്ത മാസ്ക് ഇട്ടോണ്ട് വരും, എന്നിട്ട് ആന്നും പറഞ്ഞു വരും. നമ്മളിതൊക്കെ എത്ര കണ്ടതാണല്ലേ? എന്നിട്ട് ഒരു വളം എത്തുമ്പോൾ ഓരോരുത്തരുണ്ടാവും. പക്ഷെ അതൊക്കെ വലിയ കാര്യമായിട്ട് പേടിപ്പിക്കാനൊന്നും പറ്റിയില്ല. ഒരു പക്ഷെ പുറത്തുനിന്ന് കരഞ്ഞോണ്ടിരുന്ന ആളോ എൻ്റെ പറഞ്ഞു. അന്ന് കരഞ്ഞോണ്ടേ ഇരിക്കുമല്ലോ. ഇവിടെ പോണോടോ, ഈ പേടിയാണോ, യാത്ര ഇറക്കൂടോ. അല്ലേ, ഞാൻ ആ ജയന്റ് വീലിന്റെ അത് നോക്കിട്ട് ആൾക്കാർ കയറണൊക്കെ ഉണ്ട്. ഇത് സ്പീഡുള്ള റിസ്ക് ആണ് കുറച്ച്. നമ്മുടെ വണ്ടർലയിലുള്ളതിനേക്കാളും സ്പീഡ്. സ്വന്തം റിസ്കിലാണ് വെറുതെ. എയറോപ്ലെയിൻ, കാർ. അങ്ങനെ ഇവിടെ കുറേ ജീവികളുണ്ട്. ഫോർ എക്സാമ്പിൾ ഗരുഡൻ, പിന്നെ ഡിനോസർ, പിന്നെ ഇതാ നമ്മുടെ സ്വന്തം രവി. ഇതിനൊക്കെ പുറമെ സ്കൈ ഡൈനിങ്. ചെന്നൈ ECRൽ VGP പാർക്കിൽ 200 അടിക്ക് മുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സ്കൈ ഡൈനിങ് ഉണ്ട്. എനിക്ക് പണ്ടും അതിനോട് ഒരു താല്പര്യമില്ല, ഇപ്പോഴും ഇല്ല. ഞങ്ങളുടെ മഹേഷ് ബാബു ഫാൻസിന്റെ പവർ. മഹേഷ് ബാബു പ്രൈസ് ആലുവ. ഒരു പാട്ടും അലയും ആകെ ഒഴിച്ചയക്കുന്ന ഒറ്റ പാട്ടും അത് ഈ സിനിമയിൽ മാത്രം. അത് ശ്രീനീലുണ്ടാ, മഹേഷ് ബാബു ഉണ്ടല്ല. പുച്ഛം, മഹേഷ് ബാബുവിനെ പുച്ഛം. തെലുങ്ക് സിനിമയിലെ അവൻ അല്ലു അർജുൻ ഫാനും ഞാൻ മഹേഷ് ബാബു ഫാനാണ്. അപ്പം ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ടോക്സ് പതിവാണ്. അങ്ങനെ ആദ്യമായി മരണക്കിണർ കാണാൻ പോന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടല്ല. നീ ആദ്യമായിട്ടല്ല? ഞാൻ മുമ്പ് കയറിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇവൻ ഇത്രാമത്തെ? ഞാൻ കുറേ തവണ കയറിയിട്ടുണ്ട്, ചെറുപ്പത്തിലൊക്കെ കയറിയിട്ടുണ്ട്. നിനക്കിതായിരുന്നോ പണി? മുത്തശ്ശൻ കൊണ്ടുവന്ന് കയറ്റി. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ്. 2 ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി പോലെ 2 വണ്ടി കിടപ്പുണ്ട്. എത്ര ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു 15 മിനിറ്റിന്റെ കാത്തിരിപ്പിന് ശേഷം ബൈക്കർമാർ കയറി തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് കാഴ്ചകൾ കാണാം. ആളുടെ ഒരു 50 നോട്ട് 20 നോട്ടൊക്കെ ആ ഒരു സംഭവത്തിലായിട്ട് എടുത്താണ്ട് പോയി. കഴുകുമെന്ന് റാഞ്ചി കൊണ്ടുപോകണല്ലേ? ആ, അത് കൈ വിട്ടിട്ടൊക്കെ വേറെ ലെവല്.
റിസ്ക്കാണ്, പക്ഷെ ആള് അത്ര തലയ്ക്ക് കയ്യും വെച്ച് രവി പിന്നെ ഇതൊക്കെ എത്ര കണ്ടതാ ഞാൻ ചെറുപ്പത്തിലേ ഇതിനകത്ത് തന്നെ കാണിച്ചിട്ടുള്ളതാ. അന്നും. പക്ഷെ അന്ന് ഇത്രയല്ലായിരുന്നു. ഇതിപ്പോൾ 2 കാറും 4 വണ്ടിയും കണ്ടുള്ളൂ. അന്ന് 6 ബൈക്കും 4 കാറും വരുന്നു. 4 കാർ 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ കാണാൻ. അതൊക്കെ ഒരു കാലം. അത് 1980s-ലല്ലേ? ഞാൻ 80s ഉണ്ടായിട്ടില്ലടോ. ഇനി ഒരേ സമയം കുറേ ബൈക്കുകൾ ഒരുമിച്ച് വരാൻ പോകും. മറ്റേ ആള് ആദ്യം ഓടിച്ച ആളിപ്പോൾ ബുള്ളറ്റ് എടുത്തിട്ടുണ്ട്. അയാളാ മെയിൻ. അയാള് പുലിയാട്ടാ. ടിക്കറ്റ് 80 രൂപയ്ക്ക് കംപ്ലീറ്റ് വർത്താണ്. എസ്പെഷ്യലി ആ മുടിയൻ ചേട്ടൻ അല്ലേ? ആ മുടിയൻ നമ്മളെ ആ മുടിയൻ ചേട്ടൻ്റെ ഫാനായി നമ്മളൊക്കെ. ഞാനും രവിയും കൂടുമ്പോൾ മിക്കപ്പോഴും മന്തി തീറ്റ പതിവാ. ഇപ്പം രവി സ്നേഹത്തോടെ എനിക്ക് മന്തി വിളമ്പി തരികയാണ്. ഞാൻ നല്ലൊരു പീസ് നോക്കി തന്നെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം നല്ലൊരു മന്തിയൊക്കെ കഴിച്ച് എൻഡ് ചെയ്യുകയാണ്. നല്ല രാത്രി മന്തിയൊക്കെ കഴിച്ചിട്ട് വന്ന് കിടന്നത് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന കാര്യം വിട്ടുപോയി. സോ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആലുവ ശിവരാത്രി എക്സിബിഷനിൽ നിന്നും ഞങ്ങൾക്കൊക്കെ കിട്ടിയത്. സോ നിങ്ങളും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് വിസിറ്റ് ചെയ്യുക. 1 മാസത്തോളം ഉണ്ടാവും. ഇപ്പോൾ ശിവരാത്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ ജസ്റ്റ് 1 വീക്കല്ലേ ആയിട്ടുള്ളൂ. സോ ഒരു 1 മന്ത് ഓളം ഉണ്ടാവും. സോ നല്ല നല്ല കാഴ്ചകൾ, നല്ല നല്ല അനുഭവങ്ങൾ. എസ്പെഷ്യലി ആ മരണക്കിണർ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കംപ്ലീറ്റ് വർത്തായിരുന്നു 80 റുപ്പീസ് ടിക്കറ്റിന്. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ തുടർച്ചയായിട്ട് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം.